ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്നൊരു ഹോം മെയ്ഡ് ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അമ്മ എത്തുന്നത് കേട്ടോ. പ്രിസർവേറ്റീവ്സോ ഫുഡ് കളറോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല നാച്ചുറലായി അതും വളരെയധികം ടേസ്റ്റിയായ ഒരു പഴം ജാം. പല പഴം ഉപയോഗിച്ചും ജാം ഉണ്ടാക്കാമെങ്കിലും നമ്മുടെ അധികം ആരും ഇഷ്ടമല്ലാത്ത പാളയംകുടം പഴം അല്ലെങ്കിൽ മൈസൂർ പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ജാമാണ് ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ അമ്മ പഴം കൊണ്ട് ജാം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അപ്പോൾ ഈ ഒരു ജാം തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു 1.25 കിലോ ഉണ്ട് പാളയംകുടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുത്തു പോകാത്ത പഴം നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മൈസൂർ പൂവൻ എന്നൊക്കെ പറയുന്ന പഴമില്ലേ, ആ പഴമാണ്. ഇപ്പോൾ ഈ ഒരു പഴമാണ് ഈ ജാം തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ റിലേറ്റീവ് പന്തളത്തുണ്ട്, ലക്ഷ്മി അനിലും. അപ്പോൾ ഇന്നലെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പം ഒരു കൊല വെട്ടി കാറിൻ്റെ പുറകിൽ വെച്ചതാണ്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ കഴിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരു ജാം ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന്. ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന പഴത്തിനെക്കാട്ടി കുറച്ചും കൂടി ചെറിയ സൈസാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. തീരെ അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം നികക്കെ കിടക്കുന്ന പോലെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു, സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു ചെറിയ പിങ്ക് കളർ ആയിട്ടുണ്ട് ഇപ്പം, കണ്ടില്ലേ. ആ പഴം വെന്ത് വരുമ്പോൾ ഉള്ളൊരു നാച്ചുറലായിട്ടുള്ള കളറാണത്. ഇതിന് കൂടുതൽ വേവുമ്പം കുറച്ചും കൂടി കളർ കൂടും. ഇതിന് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ഒരു തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മുഴുവൻ ജ്യൂസും അങ്ങ് അരിച്ചെടുക്കണം. ജ്യൂസ് മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചങ്ക്സൊക്കെ നമുക്കങ്ങ് കളയാം. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് അതിലോട്ട് ഒരു 10 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 700 ഗ്രാം പഞ്ചസാര കൂടി മധുരത്തിനായിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി അങ്ങ് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ജാം തയ്യാറാക്കി എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടുന്നത്. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. വീണ്ടും അത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ആക്കി വെക്കണം. ഇതിൻ്റെ പുറത്ത് സെറ്റിലായി വരുന്ന ഈ പതയൊക്കെ നമുക്കങ്ങ് കോരി മാറ്റിക്കളയണം കേട്ടോ. ആ ജ്യൂസ് തിളയ്ക്കും തോറും അതിൻ്റെ കളർ കൂടിക്കൂടി വരുന്ന കണ്ടില്ലേ. നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പും കിട്ടും. പിന്നെ പഞ്ചസാര കൂടുതൽ ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആ വെള്ളപ്പത ഇതുപോലെ അങ്ങ് കോരി മാറ്റണം. ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. ഇതുപോലെ പൊങ്ങി വന്നാൽ ഫ്ലെയിം പതുക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. വീണ്ടും ഹൈയിലേക്ക് തന്നെ മാറ്റണം. കളർ കണ്ടില്ലേ, ശരിക്കും റെഡായി. ഇപ്പം അത് തിളയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ കൂടിക്കൂടി വരും. പിന്നെ ഓരോ വെറൈറ്റി പഴത്തിൻ്റെയും വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജാം ഉണ്ടാക്കിയപ്പോൾ ഇത്രയും ഒരു കളർ എനിക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ എനിക്കൊന്നൊരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പഴത്തിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ റെഡ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി. ഇതിപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ആ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രാമ്പൂ അങ്ങ് എടുത്ത് മാറ്റാം.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ പരുവം. ഇതിപ്പം വെള്ളം പോലെ തന്നെ താഴോട്ട് വീഴുവാണ്, കണ്ടില്ലേ? ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, ഇനി കുറേ സമയം കൂടി എടുക്കും. ഹൈ ഫ്ലെയിമിലായതുകൊണ്ടാണ് ഇത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുന്ന പദം നമുക്ക് കോരി മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നോക്കണം, കുറച്ചും കൂടി തിക്കാകാനുണ്ട്. ഇതിൻ്റെ പരുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ കട്ടിയാകാൻ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് കട്ടിയായി വരും. പിന്നെ നമുക്കത് ജാമൊന്നും ബ്രെഡിലൊന്നും സ്പ്രെഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ അത് ആവശ്യത്തിനൊരു പരുവത്തിലേക്ക് എത്തും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം നൂല് പോലെ താഴേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ? കാരണം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കട്ടിയായി പോകും. പിന്നെ നമ്മുടെ ആ ജാമിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് അടച്ച് വെക്കാം, ഒന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു പരുവമാണിപ്പം. നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള ഒരു പരുവമാണിത് കേട്ടോ. ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അത് താഴേക്ക് വീഴുന്ന ഒരു പരുവമായിരിക്കണം, ഈ ഒരു പരുവമായിരിക്കണം. കളറ് കണ്ടില്ലേ, തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. ഇതിനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. ബാക്കി വന്നത് ഇതുപോലെ ഒരു റൗണ്ട് ജാറിലേക്കും ആക്കി. ഇതിപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 6 മാസം വരെ ഒട്ടും കേടുകൂടാതിരിക്കും കേട്ടോ. ശരിക്കും നല്ല റെഡ് കളറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പഴത്തിൻ്റെ വെറൈറ്റി കൊണ്ടായിരിക്കും ഇത്രയും ഒരു കളർ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അനിലിനും ലക്ഷ്മിക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു ടോസ്റ്റഡ് ബ്രെഡിലേക്ക് നമുക്ക് ഈ ഒരു ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കണം. നല്ലവണ്ണം തണുത്ത ശേഷം ഇതിൻ്റെ ഒരു പരുവം കണ്ടില്ലേ, ഇതായിരിക്കണം ജാമിൻ്റെ പരുവം. ഇതുപോലെ സ്പ്രെഡാക്കിയ ശേഷം വേറൊരു ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ട് ഹോം മെയ്ഡ് മയോണൈസാണിത്. അപ്പോൾ അത് നമുക്കൊന്ന് സ്പ്രെഡാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ഈ ജാമും മയോണൈസും കൂടെ മിക്സാക്കി ചെയ്യുന്നത്. ഇനി വേറൊരു പീസ് അതിൻ്റെ പുറത്ത് കവർ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ജാമും മയോണൈസും കൂടെ. അപ്പോൾ ഇനി ഇതുപോലെ പാളയംകുടൻ പഴം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ജാം ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു പഴമെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു പഴമാണ് അല്ലേ? പക്ഷേ ഇതുപോലെ ജാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ഒരു പ്രത്യേക സ്വാദുള്ളൊരു ജാമാണ് ഈ ഒരു പഴം കൊണ്ട് തയ്യാറാക്കിയാൽ. അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 6 മാസം വരെ ഒട്ടും കേടുകൂടാതിരിക്കും. കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.